നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അതായത് നമുക്ക് 20-നും 21-നും 2 പ്രോഗ്രാംസ് ഉണ്ട്. 20-ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ പ്രോഗ്രാമാണ്, 21-ന് യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാമാണ്. രണ്ടിനും നിങ്ങളുടെ കൃത്യമായ സാന്നിധ്യം ഉണ്ടാകണം. അത് പ്രത്യേകിച്ച് നിങ്ങൾ റിസർച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്പാർട്ട്മെന്റിന്റെ പല സഹായങ്ങളും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മളോട് സഹകരിക്കുന്നതിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് തരുന്ന സഹായങ്ങൾ. കാലടി സർവകലാശാല ശങ്കരജയന്തി ആഘോഷ പരിപാടിയിൽ നിസ്സഹകരണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വകുപ്പ് മേധാവിയുടെ താക്കീത്. ശബ്ദ സന്ദേശം ഗവേഷകർ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളെ വാട്സപ്പ് ഗ്രൂപ്പിൽ. PhD കോഴ്സ് വൈവയിലും ഇക്കാര്യങ്ങളെല്ലാം പ്രതിഫലിക്കുമെന്ന് അധ്യാപകൻ സുനിൽകുമാർ RDയുടെ മുന്നറിയിപ്പ്. ശബ്ദ സന്ദേശം സതുദ്ദേശപരമെന്ന് അധ്യാപകന്റെ വിശദീകരണം. കാലടി സർവകലാശാലയിൽ ഗവർണർക്കെതിരെ SFIയുടെ പ്രതിഷേധം. വോട്ടെണ്ണലിന് മുമ്പ് സ്ട്രോങ് റൂമുകളും അനുബന്ധ റൂമുകളും തുറക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. നടപടി പേരാമ്പ്ര, നെന്മാറ എന്നിവിടങ്ങളിലെ സ്ട്രോങ് റൂം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് വിക്ടോറിയ കോളേജിലെ മെറ്റീരിയൽ സ്ട്രോങ് റൂം തുറക്കാനുള്ള തീരുമാനം മാറ്റിയത് അവിശ്വാസ്യത ഒഴിവാക്കാനെന്ന് കളക്ടർ. ഗുരുവായൂർ മണ്ഡലത്തിൽ സ്ട്രോങ് റൂമിലെ CCTV ക്യാമറ പ്രവർത്തനരഹിതമെന്ന് UDF സ്ഥാനാർത്ഥി CH റഷീദിന്റെ പരാതി. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ആത്മഹത്യ ചെയ്ത നിതിൻ രാജിന്റെ കുടുംബം കോളേജിലെത്തി. വികാരാധീനനായി നിതിന്റെ അച്ഛൻ. മാനേജ്മെന്റ് പ്രതിനിധികളെ കുടുംബം കാണും. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ലോൺ ആപ്പ് ജീവനക്കാരുടെ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ട ഹർജി ഇന്ന് കോടതിയിൽ. പ്രതികളായ അധ്യാപകരുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ നാളെ വാദം. അടുത്ത 3 ദിവസം സംസ്ഥാനത്ത് അത്യുഷ്ണം തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ഈ മാസം അവസാനത്തോടെ വേനൽ മഴ ശക്തമാകും. വൈദ്യുതി ഉപഭോഗത്തിൽ നേരിയ കുറവ്. കടുത്ത വേനലിൽ നിരവധി കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ച് മൂന്നാറിൽ സാമൂഹ്യ വിരുദ്ധർ. രണ്ടാംഘട്ട US ഇറാൻ സമാധാന ചർച്ചകളിൽ അനിശ്ചിതത്വം. വെടിനിർത്തൽ കരാറിലെത്താതെ ഹോർമൂസിലെയും ഇറാൻ തുറമുഖങ്ങളിലെയും ഉപരോധം അവസാനിപ്പിക്കില്ലെന്ന് ട്രംപ്. രാജ്യത്തിനു നേർക്ക് ആക്രമണമുണ്ടായാൽ യുദ്ധമുന്നണിയിൽ പുതിയ തന്ത്രങ്ങൾ ഇറക്കുമെന്ന് ഇറാൻ. 10 ദിവസത്തെ വെടിനിർത്തൽ ധാരണ ലംഘിച്ച് ലെബനോണിൽ ഇസ്രയേൽ ആക്രമണം. തമിഴ്നാട്ടിലും ബംഗാളിലും ഇന്ന് കൊട്ടിക്കലാശം. അവസാനവട്ട വോട്ടുറപ്പിക്കാൻ DMK സഖ്യവും TVKയും NDAയും. പശ്ചിമബംഗാളിലെ 1ാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. ഭരണം നിലനിർത്താൻ തൃണമൂൽ കോൺഗ്രസും ബംഗാൾ പിടിച്ചെടുക്കാൻ BJPയും. കാലടി സർവകലാശാല ശങ്കരജയന്തി ആഘോഷ പരിപാടിയിൽ നിസ്സഹകരണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വകുപ്പ് മേധാവിയുടെ താക്കീത്. ശബ്ദ സന്ദേശം ഗവേഷകർ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ്. PhD കോഴ്സ് വൈവയിലും ഇക്കാര്യങ്ങളെല്ലാം പ്രതിഫലിക്കുമെന്ന് അധ്യാപകൻ സുനിൽകുമാർ RDയുടെ മുന്നറിയിപ്പ്. ഓഡിയോ ഗ്രൂപ്പിൽ അയച്ചത് സതുദ്ദേശപരമാണെന്നാണ് അധ്യാപകന്റെ വിശദീകരണം. അതായത് നമുക്ക് 20-നും 21-നും 2 പ്രോഗ്രാംസ് ഉണ്ട്. 20-ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ പ്രോഗ്രാമാണ്, 21-ന് യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാമാണ്. രണ്ടിനും നിങ്ങളുടെ കൃത്യമായ സാന്നിധ്യം ഉണ്ടാകണം. അത് പ്രത്യേകിച്ച് നിങ്ങൾ റിസർച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്പാർട്ട്മെന്റിന്റെ പല സഹായങ്ങളും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മളോട് സഹകരിക്കുന്നതിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് തരുന്ന സഹായങ്ങൾ. അത് പ്രത്യേകം ഓർമ്മിച്ചോളണം. അപ്പോൾ ഇതിൻ്റെ 20-ാം തീയതി നടക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ കുട്ടികളുടെ സെൻഡ് ഓഫ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിരുന്ന പൂർണിമ ടീച്ചറിന് ഒരു സെൻഡ് ഓഫ്. ടീച്ചർ ഈ വർഷം പിരിയാണ്. ടീച്ചറിനും സെൻഡ് ഓഫ് കൊടുക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് വെളിയിൽ നിന്ന് ആളിനെ കൊണ്ടുവന്ന് ഇത് പരിപാടി ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ BA മുതൽ റിസർച്ചേഴ്സ് വരെയുള്ള ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ. അപ്പോൾ അവർ മാത്രമേ നമ്മുടെ പരിപാടിക്ക് കൂടുകയുള്ളൂ. ഒരു 10-30 പേരെങ്കിലും പിന്നെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാലേ 30-40 ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്രയും പേരെങ്കിലും ഉണ്ടായാലേ ഈ പരിപാടി വിജയിപ്പിക്കാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ അതിന് നിങ്ങൾ തീർച്ചയായും കൂടുതൽ വിവരങ്ങളുമായി അശ്വതി ചേരുകയാണ്. അശ്വതി, ഈ അധ്യാപകനെതിരെ പരാതി നൽകിയിരിക്കുകയാണല്ലോ SFI. ഒപ്പം ഗവർണറുടെ പരിപാടിയിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു SFI. ഈ പ്രതിഷേധം
അവസാനിച്ചോ? പോലീസ് ഇടപെട്ടോ? മായ, ഇവിടെ പ്രതിഷേധമൊക്കെ അവസാനിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഗവർണർ തിരികെ പോയിരിക്കുകയാണ്. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഗവേഷക വിദ്യാർത്ഥികൾ നിർബന്ധമായും പങ്കെടുക്കണമെന്നും ഒപ്പം തന്നെ പരിപാടിയിലെ പങ്കാളിത്തം അനുസരിച്ചായിരിക്കും ഭാവിയിലെ സഹകരണം എന്നുമുള്ള വകുപ്പ് മേധാവിയുടെ ഓഡിയോ സന്ദേശമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇതിനുശേഷം വലിയ ഒരു പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ വൈകുന്നേരം തന്നെ SFI അവിടെ ഉയർത്തിയിരുന്ന ക്യാമ്പസിനുള്ളിൽ ഉയർത്തിയിരുന്ന ബാനറുകൾ പോലീസ് നീക്കം ചെയ്തിരുന്നു. ഇന്ന് രാവിലെ ഗവർണർ എത്തുന്നതിന് മുൻപ് തന്നെ SFI പ്രവർത്തകർ സജ്ജരായിട്ടായിരുന്നു ഇരുന്നത്. അതിനനുസരിച്ച് പോലീസ് ഈ സ്ഥലത്ത് വിന്യസിച്ചിരുന്നു. അവിടേക്കുള്ള, അതായത് ഗവർണർ എത്തുന്ന സ്ഥലത്തിന് അടുത്ത് തന്നെയുള്ള ഗേറ്റ് പോലീസ് പൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തകരെ എല്ലാം തന്നെ നേരത്തെ തന്നെ തടഞ്ഞു. പക്ഷേ പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തിക്കൊണ്ടായിരുന്നു ഇന്ന് SFI പ്രവർത്തകരുടെ പ്രതിഷേധം. ഗവർണർ രാജാവല്ല, യൂണിവേഴ്സിറ്റി കൊട്ടാരമല്ല എന്നൊക്കെയുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ പ്രതിഷേധം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഗവർണറുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ആ സർക്കുലർ പിൻവലിക്കുകയായിരുന്നു ചെയ്തത്. അതിന് പിന്നാലെയാണ് ഈ അധ്യാപകന്റെ ഓഡിയോ സന്ദേശം പുറത്തു വന്നത്. ഇത് വിദ്യാർത്ഥികളുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിൽ സന്ദേശം വന്നത്. അതിൽ തന്നെ ഭാവിയിൽ എങ്ങനെയായിരിക്കും യൂണിവേഴ്സിറ്റി പെരുമാറുക എന്നത് ഈ ദിവസത്തെ പങ്കാളിത്തം അനുസരിച്ചായിരിക്കുമെന്നും അധ്യാപകൻ താക്കീത് നൽകുന്നു. എന്തായാലും വിഷയത്തിൽ SFI പരാതി നൽകിയിട്ടുണ്ട്. മായ, അശ്വതിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ മുറികൾ തുറക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. നടപടി പേരാമ്പ്ര, നെന്മാറ എന്നിവിടങ്ങളിലെ സ്ട്രോങ് റൂം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. നെന്മാറ മണ്ഡലത്തിലെ മെറ്റീരിയൽ റൂം തുറക്കാൻ തീരുമാനിച്ചതിൽ വിശദീകരണം തേടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, പതിവിൽ നിന്ന് വിപരീതമായി വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ മുറികൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വരെ വലിയ വിവാദങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ഇന്നലെ കോഴിക്കോടാണെങ്കിൽ ഇന്ന് അത് പാലക്കാടാണ്. അത് മുഴുവനായി ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടെയാണെന്ന് തോന്നുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഈ തീരുമാനം, അല്ലേ? മായ, തീർച്ചയായും ആ നിലയ്ക്ക് തന്നെ ഒരു ഇടപെടലാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക്, വാദപ്രതിവാദങ്ങളിലേക്കൊക്കെ ഈ സംഭവങ്ങൾ വഴിവെച്ചിരുന്നു. ഇനി അത്തരത്തിൽ ഈ സ്ട്രോങ് റൂം മാത്രമല്ല, ആ പോളിംഗ് അല്ലെങ്കിൽ ഈ കൗണ്ടിംഗ് കേന്ദ്രങ്ങളിലെ ഒരു മുറികളും തുറക്കേണ്ടതില്ല എന്നുള്ള ഒരു കർശന നിർദ്ദേശമാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലകളിലെ നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ വിശദീകരണം ഉൾപ്പെടെ ചോദിക്കുന്ന നിലയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാദ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേരാമ്പ്രയിലാണ് ഇതിന് തുടക്കം വെച്ചത്. അതിനുശേഷം പാലക്കാടേക്ക് ഇത്തരത്തിലൊരു വിവാദം പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് UDFന്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സ്ട്രോങ് റൂമിന് തൊട്ടടുത്തുള്ള മെറ്റീരിയൽ റൂമാണ് തുറന്നത് എന്നുള്ളതാണ് വിശദീകരണമായി വന്നത്. അവിടെ എന്നാൽ അതൊരു തരത്തിലും സാധ്യമാകുന്ന കാര്യമല്ല. ഇത് സ്വാഭാവികമായിട്ടൊരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടല്ല ഇങ്ങനൊരു നടപടി ഉണ്ടായതെന്നാണ് UDF പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയും പ്രതിഷേധങ്ങൾ ഇതിന്റെ ഭാഗമായി ഉയർന്നു വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഈ വിഷയത്തിൽ ഇടപെടുകയും കൗണ്ടിംഗ് കേന്ദ്രങ്ങളിലെ ഒരു മുറികളും, അതിപ്പോൾ സ്ട്രോങ് റൂം ആയിക്കോട്ടെ മറ്റേത് റൂം ആയിക്കോട്ടെ, അത് തുറക്കേണ്ടതില്ല എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ദിനം വരെ വോട്ടെണ്ണൽ ദിനം വരെ അത് തുറക്കാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശമാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മായ, എബിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ മുറികൾ തുറക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പാലക്കാട് വിക്ടോറിയ കോളേജിലെ മെറ്റീരിയൽ സ്ട്രോങ് റൂം തുറക്കാനുള്ള തീരുമാനം മാറ്റിയതായി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി. എന്നാൽ സ്ട്രോങ് റൂം തുറക്കുന്ന കാര്യം രേഖാമൂലം അറിയിച്ചില്ലെന്നും അസ്വാഭാവികതയുണ്ടെന്നും UDF പറയുന്നു. കോഴിക്കോട് പേരാമ്പ്രയിലെ സ്ട്രോങ് റൂം വിവാദത്തിന് പിന്നാലെയാണ് പാലക്കാട് നെന്മാറയിലും സ്ട്രോങ് റൂം വിവാദം ഉയർന്നു വന്നത്. വിക്ടോറിയ കോളേജിലെ സ്ട്രോങ് റൂം തുറക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വിവാദമായതോടെ മാറ്റി.
തുറക്കാൻ തീരുമാനിച്ചത് മെറ്റീരിയൽ സ്ട്രോങ് റൂമാണെന്നും EVM സ്ട്രോങ് റൂം അല്ലെന്നും ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി വിശദീകരിച്ചു. റൂം തുറക്കുന്നതിൽ അസ്വാഭാവികതയില്ലെന്നും വെബ്സൈറ്റിൽ കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് തീരുമാനമെന്നും കളക്ടർ പറഞ്ഞു. നിലവിൽ മെറ്റീരിയൽ സ്ട്രോങ് റൂം തുറക്കുന്നത് നിർത്തി. പക്ഷേ ഇത് ഒരു നോർമൽ പ്രോസസ്സാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു നോർമൽ പ്രോസസ്സാണ്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊരു കാര്യവും ഇല്ല. മെറ്റീരിയൽ റൂംസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ വെരിഫിക്കേഷൻ ഒക്കെ നമ്മൾ തുറക്കാറുള്ളതാണ്. ഇപ്പോൾ സ്കൂളിൻ്റെ ടൈമിൽ നമ്മൾ ഒബ്വിയസ്ലി അത് തുറന്നാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അത് അസ്വാഭാവികത ഇല്ല എന്നുള്ളതാണ്. അതെ. സ്ട്രോങ് റൂം തുറക്കുന്നതിൽ അസ്വാഭാവികതയുണ്ടെന്നും തുറക്കുന്ന കാര്യം രേഖാമൂലം അറിയിച്ചില്ല എന്നും നെന്മാറയിലെ UDF സ്ഥാനാർത്ഥി A. തങ്കപ്പൻ പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഏത് റൂമാണെങ്കിലും ഈ സ്ഥാനാർത്ഥികളുടെ സമ്മതത്തോടെ അടച്ച ഏത് റൂമാണെങ്കിലും തുറക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ കൂടി അറിയണം. അത് നേരത്തെ പെട്ടെന്ന് വിളിച്ചിട്ടല്ല വേണ്ടത്. അത് മുന്നറിയിപ്പ് നേരത്തെ തന്നെ ലെറ്ററോട് കൂടി തന്നാൽ നമ്മൾ അത് പരിശോധിക്കുമ്പോൾ അവർ നിൽക്കും. അപ്പോൾ ഇത് എല്ലാം കൂടി വായിക്കുമ്പോൾ ഇവർ എവിടെയില്ലാത്തത് കോഴിക്കോടും പാലക്കാടും മാത്രം അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുന്നത്. എല്ലാം മറന്നു വെച്ചുവെങ്കിൽ എന്നാൽ എല്ലാവരും ഇങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വോട്ടെണ്ണൽ കഴിയും വരെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ ഒരു മുറികളും തുറക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നെന്മാറ മണ്ഡലത്തിലെ മെറ്റീരിയൽ സ്ട്രോങ് റൂം തുറക്കാൻ തീരുമാനിച്ചതിൽ വിശദീകരണവും തേടിയിട്ടുണ്ട്. അമൃത ന്യൂസ്, പാലക്കാട്. ഗുരുവായൂർ മണ്ഡലത്തിൽ സ്ട്രോങ് റൂമിലെ CCTV ക്യാമറ പ്രവർത്തനരഹിതമായതായി പരാതി. ഇന്നലെ 1 മണിക്കൂർ നേരം CCTV ക്യാമറ പ്രവർത്തനരഹിതമായി. ഇന്നലെ വൈകുന്നേരം 4:30 മുതൽ 5:30 വരെയാണ് CCTV പ്രവർത്തിക്കാതിരുന്നത്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഗുരുവായൂരിലെ UDF സ്ഥാനാർത്ഥി CH റഷീദ് പരാതി നൽകി. CCTV ക്യാമറകളുടെ പ്രവർത്തനം ഉറപ്പുവരുത്തണമെന്നും പരാതിയിൽ പറയുന്നു. ഉപയോഗിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമിൻ്റെ CCTV സർവൈലൻസ് ഇന്നലെ അതിൻ്റെ കണക്ഷൻ നഷ്ടപ്പെട്ടു. ഇന്നലെ 1 മണിക്കൂറിലേറെ സമയം ഈ കണക്ഷൻ നഷ്ടപ്പെട്ട് ഇത് കാണാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി. അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ എല്ലായിടങ്ങളിലും നടക്കുന്ന പല രീതിയിലുള്ള മിസ്അപ്രോപ്രിയേഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമായതുകൊണ്ട് ഇതിലും ഗൗരവമായ പരാതി ഞങ്ങൾ ചീഫ് ഇലക്ഷൻ കമ്മീഷന് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളെ സംബന്ധിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി SIT. ദേവസ്വം ബോർഡ് മുൻ അംഗം അജികുമാറിന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. 3-ാം തവണയാണ് പ്രശാന്തിനെ ചോദ്യം ചെയ്തത്. 2025-ൽ ദ്വാരപാലക ശില്പം കൊണ്ടുപോയതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനായിട്ടായിരുന്നു ചോദ്യം ചെയ്യൽ. കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് SITയുടെ ഈ നീക്കം. എന്നാൽ വാർത്ത അടിസ്ഥാനരഹിതമാണെന്നാണ് പ്രശാന്തിന്റെ പ്രതികരണം. അവിശ്വാസികൾ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യേണ്ടെന്ന് സുപ്രീം കോടതി. വിശ്വാസങ്ങളിലെ യുക്തി വിശ്വാസി ചോദ്യം ചെയ്യുന്നില്ലെന്നും പരാമർശം ശബരിമല റെഫറൻസ് വാദത്തിലാണ് ജസ്റ്റിസ് BV നാഗരത്നയുടെ നിരീക്ഷണം. മതപരമായ ആരാധനാലയങ്ങളിലെ നിയന്ത്രണങ്ങൾ ഭരണഘടന നിരോധിച്ച ഐത്തത്തിന്റെ പരിധിയിൽ വരുന്നതല്ലെന്നും ഓരോ ക്ഷേത്രത്തിലെയും പ്രതിഷ്ഠ, ആരാധനാ രീതികൾ എന്നിവയ്ക്ക് അനുസൃതമായ അനുഷ്ഠാനങ്ങളെ ഐത്തമായി കാണാൻ കഴിയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഓരോ ക്ഷേത്രത്തിലെയും പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ പ്രകാരം നിശ്ചിത യോഗ്യതയുള്ളവർക്ക് മാത്രമേ ചില പൂജകൾ ചെയ്യാൻ അധികാരമുണ്ടാവൂ. അത്തരം യോഗ്യതയുള്ളവർ പൂജ നടത്തിയാൽ മാത്രമേ തനിക്ക് അതിൻ്റെ പൂർണ്ണഫലം ലഭിക്കൂ എന്ന് ഒരു വിശ്വാസി കരുതുന്നു. ഇത് ആ വിശ്വാസത്തിന്റെ ഭാഗമാണെന്നും ജസ്റ്റിസ് BV നാഗരത്ന പറഞ്ഞു. തമിഴ്നാട് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 6 മണി വരെയാണ് പ്രചാരണത്തിനുള്ള സമയം. വൈകിട്ട് 6-ന് ശേഷം സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 234 മണ്ഡലങ്ങളിലേക്കും ഒരൊറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ ഇക്കുറി റെക്കോർഡ് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇത്തവണ 4654 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. DMK നയിക്കുന്ന സെക്യുലർ പ്രോഗ്രസീവ് അലയൻസും ADMK നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസും വിജയ് നയിക്കുന്ന TVKയും തമ്മിലാണ് തമിഴ്നാട്ടിൽ പ്രധാന മത്സരം നടക്കുന്നത്. പശ്ചിമ ബംഗാളിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. 16 ജില്ലകളിലെ 152 മണ്ഡലങ്ങളിലെ വോട്ടർമാർ മറ്റന്നാൾ വിധിയെഴുതും. തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണെന്നും സുരക്ഷ ശക്തമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. SIR നടപടികൾക്ക് ശേഷം 3.22 ലക്ഷം വോട്ടർമാർ കൂടി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ന് കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ റാലി നടക്കും. ദില്ലി മുഖ്യമന്ത്രി രേഖ ഗുപ്ത അടക്കം വനിതാ നേതാക്കളും സംസ്ഥാനത്തുണ്ട്. ഭരണം നിലനിർത്താൻ തൃണമൂൽ കോൺഗ്രസും ഇത്തവണ ബംഗാൾ പിടിച്ചെടുക്കുമെന്ന പ്രഖ്യാപനവുമായി BJPയും കനത്ത പോരാട്ടമാണ് ബംഗാളിൽ നടത്തുന്നത്.
പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം കടുക്കുകയാണെങ്കിൽ യുദ്ധകളത്തിൽ പ്രയോഗിക്കാൻ പുതിയ തന്ത്രങ്ങളുണ്ടെന്ന് ഇറാൻ. രണ്ടാം ഘട്ട സമാധാന ചർച്ചകളുടെ കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. അടുത്ത റൗണ്ട് ചർച്ചകളിൽ തൽക്കാലം പങ്കെടുക്കുന്നില്ല എന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. വെടിനിർത്തൽ കരാറിലെത്താതെ ഹോർമൂസിലെയും ഇറാൻ തുറമുഖങ്ങളിലെയും ഉപരോധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്ക. വെടിനിർത്തൽ കരാർ അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ പശ്ചിമേഷ്യയിൽ പ്രതിസന്ധി തുടരുന്നു. ഇറാന് മേലുള്ള ഉപരോധം തുടരുമെന്നും ഈ യുദ്ധത്തിൽ അമേരിക്ക വലിയ വിജയം നേടുകയാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. ടെഹ്റാനുമായി ഒരു കരാറിൽ എത്തുന്നതുവരെ ഇറാനിയൻ തുറമുഖങ്ങൾക്കു മേലുള്ള ഉപരോധം US പിൻവലിക്കില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ നാളെ അവസാനിക്കാനിരിക്കെയാണ് ട്രംപിന്റെ കടുത്ത നിലപാട്. എന്നാൽ ഹോർമൂസിൽ തങ്ങളുടെ കപ്പൽ ആക്രമിച്ചതിൽ തക്കതായ മറുപടി ഉടൻ നൽകുമെന്നും ഇറാൻ തുറമുഖങ്ങളിലെ അടക്കം നാവിക ഉപരോധം നീക്കാതെ ചർച്ചയ്ക്ക് വഴങ്ങില്ലെന്നും ചെങ്കടൽ തീരത്തെ സൗദിയുടെ യാംബു തുറമുഖം ഉൾപ്പെടെ ഹോർമൂസിന് പുറത്തെ തുറമുഖങ്ങളും യുദ്ധമുഖമായി മാറുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കെയാണ് ഇരു രാജ്യങ്ങളും നിലപാട് കടുപ്പിക്കുന്നത്. ഇറാൻ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറണമെന്ന US നിലപാടും ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കണമെന്ന ഇറാന്റെ ആവശ്യവുമാണ് ചർച്ചകൾ വഴിമുട്ടാൻ പ്രധാന കാരണം. ഹോർമൂസിലെ നാവിക ഉപരോധം കുരുക്കാകുമെന്ന് പാകിസ്ഥാൻ അമേരിക്കയെ ധരിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഉപരോധം ആരംഭിച്ചത് മുതൽ ഇതുവരെ 27 കപ്പലുകളെ ഇറാൻ തുറമുഖങ്ങളിലേക്ക് തിരിച്ചുപോകാൻ US സൈന്യം നിർബന്ധിച്ചതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ചർച്ചകൾ നടക്കാനുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് പാകിസ്ഥാൻ ഇസ്ലാമാബാദിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 20,000 സുരക്ഷാ ജീവനക്കാരെയാണ് വിന്യസിച്ചത്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. മരിച്ച നിതിൻ രാജിന്റെ കുടുംബം കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെത്തി. നിതിന്റെ അച്ഛനും സഹോദരി ഭർത്താവുമാണ് കോളേജിലെത്തിയത്. നിതിൻ താമസിച്ച ഹോസ്റ്റൽ മുറിയും അപകട സ്ഥലവും സന്ദർശിച്ച് കോളേജ് പ്രിൻസിപ്പലിനെ കാണാനാണ് എത്തിയത്. എന്നാൽ കോളേജിലെത്തിയ കുടുംബം പൊട്ടിക്കരഞ്ഞു. പ്രിൻസിപ്പലിനെ കാണാതെ മടങ്ങുകയും ചെയ്തു. മകനെ കൊന്നവരെ കാണേണ്ട എന്നായിരുന്നു നിതിന്റെ അച്ഛന്റെ പ്രതികരണം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ദളിത് ആദിവാസി സംഘടനകൾ പ്രക്ഷോഭത്തിലേക്ക്. ഏപ്രിൽ 28-ന് സംസ്ഥാന വ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ സംസ്ഥാനത്തെ 52ഓളം വരുന്ന ദളിത് സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കൗൺസിലാണ് ഹർത്താൽ നടത്തുന്നത്. ജാതി ഭ്രാന്തന്മാരായ അധ്യാപകരുടെ അപമാനിക്കലാണ് നിതിൻ രാജിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന് സംഘടനകൾ ആരോപിക്കുന്നു. ലോൺ ആപ്പിന്റെ പേരിൽ കേസ് അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത് എന്നും അവർ പറഞ്ഞു. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉയർന്ന വിജയം കൈവരിച്ച് തൃശൂർ അയ്യന്തോൾ അമൃത വിദ്യാലയം. 99.4% മാർക്ക് കൈവരിച്ച അനന്യ ദിനേശാണ് സ്കൂളിലെ താരം. അധ്യാപകരുടെ പിന്തുണയും കഠിനാധ്വാനവുമാണ് മികച്ച വിജയം കൈവരിക്കാൻ സഹായിച്ചതെന്ന് അനന്യ ദിനേശ് പറയുന്നു. അയ്യന്തോൾ അമൃത വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളും മികച്ച പ്രകടനമാണ് ഈ വർഷത്തെ 10ാം ക്ലാസ് പരീക്ഷയിൽ കാഴ്ചവെച്ചത്. 53 ഡിസ്റ്റിങ്ഷനും 29ഓളം വിദ്യാർത്ഥികൾക്ക് 90% മുകളിൽ മാർക്കും കരസ്ഥമാക്കാനായി. അധ്യാപകരുടെ പിന്തുണയും കഠിനാധ്വാനവുമാണ് വിജയത്തിന് പിന്നിലെന്ന മികച്ച വിജയം കൈവരിച്ച അനന്യ ദിനേശ് പറയുന്നു. റിസൾട്ട് വളരെ നല്ല റിസൾട്ടാണ്. എനിക്ക് 99.4% ആണ് വന്നിരിക്കുന്നത് റിസൾട്ട്. ടീച്ചേഴ്സ് ആൻഡ് എവരിവൺ ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. ഇവിടെ പാരൻസ് ആയാലും സപ്പോർട്ടിംഗ് ആണ്. എല്ലാവരും മീൻസ് ഒരു ഡൗട്ട് വന്നാലും ചോദിച്ചാൽ എത്ര വട്ടം പറഞ്ഞുതരാൻ ടീച്ചേഴ്സ് റെഡിയാണ്. എല്ലാത്തിനും എപ്പോഴും സപ്പോർട്ടാണ് മാക്സിമം. മകളുടെ വിജയത്തിൽ വലിയ സന്തോഷമുണ്ടെന്നും സ്കൂളിന്റെ പിന്തുണ എടുത്തു പറയേണ്ടതാണെന്നും അനന്യയുടെ മാതാപിതാക്കളും പറയുന്നു. വളരെ സന്തോഷം. പിന്നെ മോള് ഒരു ട്യൂഷനൊന്നും ഇല്ലാണ്ടാണ് ഇവിടം വരെ എത്തിയത്. പിന്നെ അത് ഇത്തിരി നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. എല്ലാം നല്ല ഡെഡിക്കേറ്റഡ് ആണ്. പിന്നെ ഇവിടുത്തെ സപ്പോർട്ട് നമുക്ക് എടുത്തു പറയുമ്പോൾ അത്രയ്ക്കധികം സപ്പോർട്ടീവാണ് സ്കൂൾ പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്. നമ്മൾ എക്സ്ട്രാ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ സഹോദരിക്ക് പോകുമ്പോൾ ഒരുപാട് ക്ലാസ് മിസ്സാവണം. അതൊക്കെ ടീച്ചർമാർ എക്സ്ട്രാ ടൈം എടുത്ത് എല്ലാം പറഞ്ഞു കൊടുത്ത് നമുക്കപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷനൊന്നും വന്നിട്ടില്ല. അപ്പോൾ അനിയനിപ്പോൾ ഇവിടെ പഠിച്ചും എൻ്റെ മോനും മൂത്ത മോനും ഇവിടെ ഇനി പഠിച്ചിട്ടുണ്ട്. എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം ആവശ്യമുണ്ടോ അതൊക്കെ കൊടുക്കുക. പിന്നെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തും എന്തെല്ലാം ആവശ്യമുണ്ടെങ്കിലും ടീച്ചേഴ്സ് വീട്ടിൽ പോയിട്ടായാലും നമ്മളെല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊണ്ടുപോയി പഠിപ്പിക്കലും എല്ലാ സൗകര്യം ചെയ്യാറുണ്ട്. അനന്യയുടെ വിജയം മറ്റു കുട്ടികൾക്കും വലിയ പ്രചോദനമാണെന്നും
ട്യൂഷൻ പോലുമില്ലാതെ അധ്യാപകരുടെ നിർദ്ദേശാനുസരണം കൃത്യതയോടെയുള്ള പഠനമാണ് അനന്യയെ മികച്ച വിജയം കൈവരിക്കാൻ സഹായിച്ചതെന്നും അധ്യാപകരും പറയുന്നു. സിൻസിയർ, ഡെഡിക്കേറ്റഡ്, ഹാർഡ് വർക്കിംഗ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ ആ ഒരു റിസൾട്ട് തന്നെയാണ് അനന്യയ്ക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. അനന്യയുടെ ഒരു ഇപ്പോഴത്തെ ഈ വിജയം മറ്റു കുട്ടികൾക്കും വളരെയധികം ഒരു ഇൻസ്പിറേഷനാണ്. കാരണം ട്യൂഷനില്ലാതെ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഗൈഡൻസും ഇൻസ്ട്രക്ഷൻസും ഫോളോ ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടി ഹാർഡ് വർക്ക് ഡെഡിക്കേഷനോടുകൂടി ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടിയൊരു റിസൾട്ടാണ്. അധ്യാപകരുടെ സമർപ്പണ മനോഭാവവും പ്രതിബദ്ധതയും കുട്ടികളുടെ കഠിനാധ്വാനവും കൂടെ ചേർന്നപ്പോൾ വലിയ വിജയം കൈവരിക്കാനായി എന്ന അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ ബ്രഹ്മചാരിണി സാമഗീതാമൃത ചൈതന്യ പറഞ്ഞു. This year, our student Ananya Dinesh, she has made us proud. She tops our school with 497 marks, that is 99.4%. Not only Ananya, all other students, they also have performed exceptionally well. We have 53 distinction and nearly 29 students, they have scored above 90% and above. It reflects our teachers' dedication and commitment and also our students' hard work. പരീക്ഷയിൽ വലിയ വിജയം കരസ്ഥമാക്കാൻ സാധിച്ച സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. അമൃത ന്യൂസ്, തൃശൂർ. വരുന്ന 3 ദിവസം സംസ്ഥാനത്ത് അത്യുഷ്ണം തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലക്കാട് ഇന്നലെ 40 ഡിഗ്രി ചൂടാണ് രേഖപ്പെടുത്തിയത്. കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഏപ്രിൽ അവസാനത്തോടെ വേനൽ മഴ ശക്തമായേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തന്റെ കത്ത് പുറത്തുവിട്ടത് രാഷ്ട്രീയ മര്യാദ ഇല്ലാത്ത പ്രവൃത്തിയെന്ന് PV അൻവർ. തറ നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്. താൻ കത്തിൽ സൂചിപ്പിച്ച ആളുകളിൽ എത്ര പേർ ഇപ്പോൾ LDFന് ഒപ്പമുണ്ട്? കേരളത്തിൽ വരാനിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചുള്ള സൂചനയാണ് കത്തിൽ പറഞ്ഞത്. അതിൽ വസ്തുത ഉണ്ട് എന്ന് പിന്നീട് മനസ്സിലായി. താൻ പറഞ്ഞ ആളുകളുമായി ചർച്ച നടത്താൻ തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ആരും കേരളത്തിലേക്ക് വന്നില്ല എന്നും PV അൻവർ പറയുന്നു. അന്ന് ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് ഇടതുപക്ഷത്തോടൊപ്പം ഇല്ല എന്ന് മാത്രമല്ല, പലരും ഇപ്പുറത്തേക്ക് വരികയും സ്ഥാനാർത്ഥികളാകുകയും ഈ പിണറായിക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അപ്പോൾ കേരളത്തിൽ വരാൻ IPL ഇന്നത്തെ മത്സരം ഡൽഹി ക്യാപിറ്റൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലാണ്. 6 കളികളിൽ 3 മത്സരം ജയിച്ച് 6 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ 4-ാം സ്ഥാനത്താണ് ഹൈദരാബാദ്. 5 കളികളിൽ 2-ലും ജയിച്ച് 5-ാം സ്ഥാനത്താണ് ഡൽഹി. രാത്രി 7:30 മുതൽ ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.